ഹായ് എല്ലാവർക്കും പാടി കിച്ചണിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ നല്ല കട്ട വേനൽക്കാലമാണ്. നമ്മളുടെ വീടുകളിലൊക്കെ ഇപ്പോൾ മാമ്പഴം പഴുക്കുന്ന സമയങ്ങളാണ്. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ സീസൺ സമയമാണ്. എല്ലാവരുടെ വീട്ടിലും മാമ്പഴം ഉണ്ടാവും. ഇല്ലാത്തവർക്ക് കടയിൽ നിന്ന് മേടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മാമ്പഴം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പല വെറൈറ്റീസ് മാമ്പഴങ്ങളുണ്ട്. നമ്മളതെല്ലാം പലതരത്തിലാണ് നമ്മൾ കഴിക്കാറ്. ചിലവർ ജ്യൂസാക്കി കഴിക്കും, ചിലവർ കട്ട് ചെയ്ത്, അങ്ങനെ പലതരത്തിലാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാമ്പഴം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മുതിർന്നവർക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് മാമ്പഴ വിഭവം. അപ്പോൾ നമ്മൾ ഇന്നൊരു വിഭവം ഉണ്ടാക്കുന്നുണ്ട്. മാമ്പഴ ചുംബി എന്ന് പറയും. നമുക്കൊരു വിഭവം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്കിന്ന് പരിചയപ്പെടാം. മാമ്പഴ ചുംബിക്ക് വേണ്ടത് പഴുത്ത മാമ്പഴമാണ് വേണ്ടത്. അത് നമുക്ക് ഏത് മാമ്പഴം വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ വേണം മാമ്പഴം. പിന്നെ വേണ്ടത് വെല്ലം, പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ വറ്റൽമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, കുരുമുളക് പൊടി, ചെമ്മീൻ, പിന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വെളിച്ചെണ്ണയും. ഇതിൽ നമുക്ക് ചെമ്മീൻ ആവശ്യമുള്ളവർക്ക് ചെമ്മീൻ ഉപയോഗിക്കാം. അല്ലാത്തവർ ചെമ്മീൻ ഇടേണ്ട ആവശ്യമില്ല. വേണം ചെമ്മീനും ഒരു ടേസ്റ്റാണ് മാമ്പഴ ചുംബിക്ക്. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചെമ്മീൻ എടുക്കുക, വേണമെങ്കിൽ അത് കട്ട് ചെയ്യുക. ഇത് നമ്മൾ കഴുകി വെച്ച മാമ്പഴമാണ്. വൃത്തിയായിട്ട് നമ്മളിത് ചെത്തിയെടുക്കാം. അങ്ങനെ ഇത് നമുക്ക് ഓരോന്നായി ചെത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളെല്ലാം വാങ്ങി ചെത്തി ക്ലിയറായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പാചകത്തിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് മാങ്ങ ചുംബി ഉണ്ടാക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിക്കാം. അപ്പോൾ നമുക്ക് ഉരുളി എടുത്ത് അടുപ്പത്ത് വെക്കാം. എപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടി നോക്കുക. നമുക്കതിലോട്ട് മാങ്ങ ഇടാം. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാങ്ങ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വെല്ലത്തിൻ്റെ പൊടി പൊടിച്ചതാണിത്. ഇതിന് ആവശ്യത്തിനുള്ള വെല്ലത്തിൻ്റെ പൊടി 3 അച്ച്, 2 കിലോ മാങ്ങയിലോട്ട് 3 അച്ച് വെല്ലം പൊടിച്ചാണ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മെൽറ്റായിട്ട് അതിലോട്ട് പിടിച്ചോളും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് മുളക് പൊടി, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളത് നിങ്ങൾ ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിലും അത് കത്തിയാൽ മതി. ഒരുപാട് തീയിട്ട് നമ്മളിത് വേവിക്കേണ്ട. എന്നാൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെക്കാം ഇത്. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. ഇതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ചെമ്മീൻ ഒന്ന് ആവശ്യത്തിന് വറുത്തെടുക്കാം. അപ്പോൾ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെമ്മീൻ ഇട്ട് വറുത്തെടുക്കാം. നമ്മൾക്ക് ആവശ്യത്തിന്, നമുക്ക് എത്ര ടേസ്റ്റ് വേണ്ട അതിന് ആവശ്യത്തിന് ചെമ്മീൻ ഇടുക. ചെമ്മീൻ വറക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറു തീയിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കുക. അപ്പോൾ ചെമ്മീൻ ഏകദേശം വറവായിട്ടുണ്ട്. നമുക്കപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഒന്ന് ഇളക്കി നോക്കാം. ഇതെന്തായി, എത്രത്തോളം ആയെന്ന് നമുക്ക് നോക്കാം. നല്ല മണം എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഒരു ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വേവാണ്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എത്രത്തോളം ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓ, അപ്പോൾ ഏകദേശം എല്ലാം വെന്ത് നല്ല പാകമായിട്ടുണ്ട്.
നമ്മളിത് വേവിക്കാൻ 20 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് ചെമ്മീൻ ഇട്ട് ഇളക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മളത് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല, നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനിൻ്റെ സ്മെല്ല് ഈ മാമ്പഴത്തിലോട്ട് പിടിക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് പിടിക്കട്ടെ. പിടിച്ച് കഴിഞ്ഞ ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ, നമുക്കൊന്ന് കടുക് വറുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നാല് വറ്റൽമുളക് ഇതിലോട്ട് പൊട്ടിച്ചിടാം. കുറച്ച് കറിവേപ്പില ഇടാം. എന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം എന്നിട്ട് നമുക്കിതൊന്നും നമ്മുടെ മാമ്പഴ ചുമ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം മാമ്പഴ ചുമ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഫൈസലിനെ വിളിക്കാം. നമുക്ക് വേറൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ മാങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഫൈസലിനെ വിളിക്കാം. ഫൈസല് വരൂ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ? ഒരു പുതിയൊരു വെറൈറ്റി സാധനമാണ് അല്ലേ? എന്തായാലും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. ഇതെന്തായാലും റീനയുടെ സ്പെഷ്യൽ ഐറ്റാണ്. വെറൈറ്റി ആയിരിക്കില്ല. എന്തായാലും വെറൈറ്റി ആണോ അല്ലേ എന്നുള്ളത് ഞാൻ കഴിച്ചിട്ട് തന്നെ പറയാം. അപ്പോൾ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതെങ്ങനെ കഴിക്കേണ്ടത്? ഇങ്ങനെ കഴിക്കണോ? അത് സ്പൂൺ ഇട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ കഴിക്കുക? എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചോളൂ. ഇങ്ങനെ എങ്ങനെ? ഓഫ്, എന്താ സോഫ്റ്റ്. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? നമ്മള് അടിപൊളിയായിട്ടുണ്ട്. നമ്മള് ഏകദേശം ഒരു ടേസ്റ്റ് വരുന്നത് പഴം പുഴുങ്ങില്ലേ, നേന്ത്രപ്പഴം പുഴുങ്ങ, ഏകദേശം അതിന്റെ ഒരു അടുത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് പറയാം. അതിഗംഭീരം എന്നൊക്കെ പറയാം. ഇതിൽ ഏറ്റവും ടോപ്പായി പോയത് ഏതറിയോ? ഇതിൽ നമ്മൾ കടുക് വറുത്തൊഴിക്കുന്നില്ലേ, അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. കാരണം അതില്ലെങ്കിൽ പിന്നെ സാധാരണ രസമില്ല. ആ കടുക് വറുത്തൊഴിക്കുന്ന മണവും മുളകിന്റെ എരിവും പിന്നെ മാങ്ങയുടെ നല്ല മധുരവും ചേരുമ്പോൾ ഒരു പ്രത്യേകതരം രുചി തന്നെയാണ് പറയാം. എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എന്ത് നല്ല, എല്ലാവരും വെക്കട്ടെ. പ്രേക്ഷകർ എല്ലാവരും കാണുന്ന പ്രേക്ഷകർ എല്ലാവരും വെക്കട്ടെ, വെച്ച് നോക്കട്ടെ, എന്നിട്ട് അവരുടെ അഭിപ്രായം അവർ പറയട്ടെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഏത് മാങ്ങ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് വെക്കാം. പക്ഷെ നല്ല പഴുത്ത മാങ്ങ ആയിരിക്കണം. അല്ലാതെ ചെനച്ച മാങ്ങ വെച്ചിട്ടൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയ്ക്ക് പറ്റില്ല. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? വേറെ എന്തെങ്കിലും പറയേണ്ട പ്രേക്ഷകരോട് പറയാൻ തന്നെയാണുള്ളത്. ഇവര് മാങ്ങ അല്ലാത്തവരെന്ത് ചെയ്യും? ചെയ്യില്ലേ? പക്ഷെ ഇതിന്റെ പ്രത്യേകത നല്ല മധുരമുള്ള മാങ്ങ ആയിരിക്കണം. നല്ല ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റിലേക്ക് വരുള്ളൂ. പിന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ പപ്സ് കഴിക്കുന്ന മാതിരി തന്നെ അവിടെ ഇവിടേക്ക് ആവും. പക്ഷെ അതൊരു വേറെ രസമാണ് പറയാം. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തെന്നായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമന്റിലൂടെ ഞങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ പാടി കിച്ചന്റെ വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.